സസ്പെൻഷൻ സിസ്റ്റത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഷോക്ക് അബ്സോർബർ. നമുക്കറിയാം ഷോക്ക് അബ്സോർബറിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഒരു സ്പ്രിങ്ങും അതുപോലെ തന്നെ ഒരു സ്ട്രട്ടുമാണ്. അപ്പോൾ ഈ സ്പ്രിങ് മാത്രമായിട്ട് ഉപയോഗിക്കാത്തത് എന്തുകൊണ്ടാണെന്നാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. കാരണം സ്പ്രിങ്ങിൻ്റെ സ്വഭാവം നമുക്കറിയാം, അത് കംപ്രസ് ആവും, എക്സ്പാൻഡ് ആവും, ഹാർമോണിക് ഓസിലേറ്ററാണ്. അതുകൊണ്ട് തന്നെ സ്പ്രിങ് ഒരു വട്ടം കംപ്രസ്സായി എക്സ്പാൻഡ് ആയി കഴിഞ്ഞാൽ ആ കംപ്രഷൻ ആൻഡ് എക്സ്പാൻഷൻ തുടർന്ന് അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും. നമുക്കത് ആ വീഡിയോയിൽ കാണാൻ സാധിക്കും. അതേ ആവൃത്തിയിൽ തന്നെ ആ ഒരു ഓസിലേഷൻ നടന്നുകൊണ്ടേയിരിക്കുന്നു. വളരെ സ്ലോ ആയ രീതിയിൽ ഓസിലേഷൻ കുറഞ്ഞു പോകുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് പാസഞ്ചേഴ്സിന് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടും, അല്ലെങ്കിൽ ഗൂഡ്സിന് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അതേ സമയത്ത് നമുക്കൊരു കുഷ്യൻ ആവശ്യമായിട്ട് വരും, ഒരു കുഷ്യനിങ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ട്രട്ടുള്ളിൽ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രട്ടും കോയിൽ സ്പ്രിങ്ങും കൂടെ പ്ലേസ് ചെയ്യുമ്പോൾ ഒരു ഷോക്ക് വരുന്ന സമയത്ത് ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്ററായി അത് വർക്ക് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? ആ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു വട്ടം ഓസിലേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അടുത്ത ഓസിലേഷൻ അതേ ആവൃത്തിയിൽ തന്നെ, അതേ ഫ്രീക്വൻസിയിൽ തന്നെ വരുന്നില്ല, വീണ്ടും അതിൻ്റെ ഫ്രീക്വൻസി കുറയുന്നു. അങ്ങനെ ഒരു വട്ടം ഉണ്ടായ ഒരു കംപ്രഷൻ, കോയിൽ സ്പ്രിങ്ങിനുണ്ടായ ഒരു കംപ്രഷൻ വളരെ പെട്ടെന്ന് തന്നെ അതില്ലാതെയായി പോകുന്നു. അതുകൊണ്ട് അവിടെ ഒരു കുഷനിങ് നടക്കുന്നു. ഇങ്ങനെയാണ് സസ്പെൻഷൻ വർക്ക് ചെയ്യുന്നത്. താങ്ക് യു.